ഹലോ ഗൈസ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. ഒരു 6:30 ആയിട്ടുണ്ടാകും. വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഒരാൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ നമ്മുടെ ബിനിക്കുട്ടിനെ. അവനിങ്ങനെ നോക്കിയിരിക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു. അതാണ് നേരെ അടുക്കളയ്ക്കാണ് ചെന്നത്. നോക്കിയപ്പോൾ അച്ഛൻ ഇവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. കറി അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഒന്നാന്തരം സവാളയൊക്കെ വാട്ടി ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ. നല്ല മണം വരുന്നുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് ഓർത്തു. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പൊ അത് കാരണം വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ടയേർഡാവും. അപ്പൊ നമുക്ക് വന്ന ഉടനെ നല്ല ഫുഡിന്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പൊ നേരെ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നപ്പോഴത്തേക്കും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും മുന്നിലെത്തി. അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു ചപ്പാത്തി പേഴ്സൺ അല്ല. എന്നാലും എനിക്കിങ്ങനെ നമ്മൾ വിശന്ന് വരുമ്പോൾ ചൂടോടെ ഇതിനെ കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് കഴിക്കാൻ നല്ല സുഖം. അപ്പൊ അത് കാരണം ഞാൻ കഴിച്ച വഴി അറിഞ്ഞില്ല. ചായ അച്ഛനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചായയും കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മയുടെ സീരിയലൊക്കെ കണ്ടത് ഫുഡ് നല്ല എൻജോയ് ചെയ്തിരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തറവാട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാ പോവാറ്. ബീനിക്കുട്ടനെയും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പൊ അവന് ലീശിട്ടേ കൊണ്ടുപോകാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ റോട്ടിക്ക് ഓടും ഗൈസ്. അത് കാരണം പിന്നെ ഞങ്ങൾ ആദ്യമൊന്നും ലീശിടാണ്ടാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ ഓടിക്കഴിഞ്ഞാൽ പിടുത്തം കിട്ടത്തില്ല. പിന്നെ നമുക്ക് പുറകെ ഓടണം, ടെൻഷനാവും. നേരെ റോട്ടിക്ക് ഒരൊറ്റ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് റോട്ടിക്ക് ഒരൊറ്റ ഓട്ടമായിരിക്കും. അത് കാരണം പിന്നെ ലീശിട്ടാ വന്നത്. പക്ഷെ ഇന്നത്തെ മര്യാദയ്ക്ക് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മാമ്മ ഇവിടെ നിന്ന് ഓറഞ്ച് കഴിക്കുന്നുണ്ട്. അവനൊരു കഷ്ണം കൊടുത്തു നോക്കി. പക്ഷെ പുളി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ കഴിച്ചില്ല. പിന്നെ കാവ്യ പിന്നെയും എടുത്ത് ഒരു കഷ്ണം അവളത് കളയാൻ വേണ്ടി പോയത്. അപ്പത്തേക്ക് അവൻ പിന്നെയും വന്ന് കഴിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അവന് വേണ്ടായിരുന്നു. പുളി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അവൻ കഴിച്ചില്ല. അല്ലെങ്കിൽ അവന് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണ്, കഴിക്കുന്നതാണ്. നമ്മൾ വാട്ടർ മെലണൊക്കെ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കുന്നതാ. പക്ഷെ ഇതെന്തോ അവൻ കഴിച്ചില്ല. അവനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് ഓഫീസിലെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അമ്മാമ്മയുടെ സീരിയലിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ യോഗം പിരിച്ചുവിടേ നമ്മൾ വേറെ വീട്ടിലേക്ക് വന്നു. വീനിക്കൂട്ടിനെ കൂട്ടിക്കയറ്റി അവനോട് കയറാൻ പറയുമ്പോൾ തന്നെ അവൻ കയറിക്കോളും ഗൈസ്, നല്ല ഒച്ച. എന്നിട്ട് അവനൊന്ന് പുന്നരിപ്പിക്കുകയൊക്കെ ചെയ്ത് ലീശൊക്കെ ഊരി മാറ്റി. ഇനിയിപ്പോൾ അവൻ്റെ ഡ്യൂട്ടി ടൈമാണ്. അവൻ രാത്രി ഉറങ്ങാറില്ല എന്ന് തോന്നുന്നത്. എപ്പോഴും അവൻ്റെ ബഹളം കേൾക്കാം. പൂച്ചേനെയോ എലീനെ എന്തിനേലും കണ്ടാൽ മതി, ആൾ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് കിടക്കേണ്ട സമയമായി. പക്ഷെ കിടക്കാൻ പോലെ, നാളെ ഇനിയിപ്പോൾ അവധിയല്ലേ. അപ്പം ഞാൻ ഓർത്ത് ഏതെങ്കിലും മൂവിയൊക്കെ കാണാമെന്ന്. അപ്പം നേരെ മുറിയിൽ വന്ന് കുറച്ചു നേരം ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്ത് റീലൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവി കാണാനിരുന്നു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.